നമ്മുടെ ചേർന്ന് വരികയാണ്. ഫസ്റ്റ് വൺ വരുന്നത് ബനാറസി ആയിട്ടോ കേട്ടോ. പ്യുവർ ബനാറസിയിൽ വീവിംഗ് പാറ്റേൺ വരുന്ന മോഡലാണ്. ഒരു ലൈറ്റ് ഒരു സിൽവർ എന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ടൊരു ഗോൾഡൻ സിൽവർ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡിലാണ് ത്രെഡ് വീവിംഗ് പോയേക്കുന്നത്. നല്ല ഗ്രാൻഡ് ലുക്കുള്ള ഐറ്റം കേട്ടോ. ശരിക്കും നമുക്ക് ആ ഒരു പാർട്ടി വെയർ ആയിട്ട് സിൽക്ക് പോലെ ടസറിന്റെ ഒപ്പത്തിന് നിൽക്കുന്ന ഒരു സെറ്റാണിത്. അപ്പോൾ ഇത് അത്രയും കൂടിയ ഫാബ്രിക്കാണ്. അപ്പം നമ്മൾ ആ ഒരു അതിനെ നോക്കുമ്പോഴും അതുപോലെ തന്നെ വേണം കേട്ടോ. വാഷ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ചെയ്യാം. പറ്റുന്നവരാണെങ്കിൽ ഫസ്റ്റ് ഒന്ന് ഡ്രൈ വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ചുമ്മാ ഒന്ന് ഷാമ്പു വാഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വരുന്ന സെയിം ആ ഒരു സാൻഡൂൺ ഫാബ്രിക്കാണ്, സെയിം കളർ സാൻഡൂൺ ഫാബ്രിക്കാണ് ബോട്ടത്തിന് കൊടുത്തേക്കുന്നത്. ബാക്ക് സൈഡിലാണ് കേട്ടോ, ഫ്രണ്ട് പോർഷനിലാണ് വീവിങ് വരുന്നത്. പിന്നെ കൈക്ക് എക്സ്ട്രാ ഒരു ചെറിയ വീവിങ് പാറ്റേൺ അത് കൊടുത്തിട്ടുണ്ട്, കൈക്ക് സെപ്പറേറ്റ് വെക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് താഴത്തെ ബോർഡറാ, ഫ്രണ്ട് പോർഷനിൽ വെക്കണമെങ്കിൽ അങ്ങനെ ചെറിയൊരു ഇതായിട്ട് വേണമെങ്കിൽ കൈയുടെ ഇതിൽ നിന്ന് എടുത്തിട്ട് വേണം വെക്കാം കേട്ടോ. ദുപ്പട്ടയും കാണാൻ നല്ല ലുക്കാണ്, നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ്, ഫുൾ വീവിങ് ആണ്. ബാക്ക് സൈഡ് കാണിച്ചു തരാം. ഇതല്ലേ ഫുള്ളായിട്ട് ആ ഒരു ത്രെഡിൻ്റെ വീവിങ്ങാണ് പോയേക്കുന്നത്. കളർ നല്ല രസമാണ്, നല്ലൊരു പിങ്കിൻ്റെ ഷെയ്ഡ്. ഇതിൻ്റെ നമ്പർ വരുന്നത് U620, റേറ്റ് 2290 2296. അടുത്ത ഷെയ്ഡ് ഏത് ഒക്കേഷനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫ് വൈറ്റ് അല്ല, കുറച്ചുകൂടെ ഒരു ക്രീമിൻ്റെ ഷെയ്ഡ് എന്ന് പറയാം. ലൈറ്റ് ക്രീം കളറാണ്, നല്ല രസമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്തിനേക്കാളും നേരിട്ട് കാണാൻ ഇതിനെല്ലാം കളേഴ്സ് എല്ലാം കുറച്ചുകൂടെ ഭംഗിയാണ്. നല്ല സോഫ്റ്റ് ഫാബ്രിക്കുമാണ്, ഒരു സിൽക്കിൻ്റെ കൂടിയ ഫാബ്രിക്കാണ്. ബനാറസി സിൽക്ക് തന്നെ യൂസ് ചെയ്തേക്കുന്നത്. അതിനകത്ത് ഒരു വീവിങ്ങും ഒക്കെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ബോർഡറിന് കണ്ടില്ല, ഇത് സിൽവർ അല്ല കേട്ടോ, ഇത് ശരിക്കും ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡാണ്. അത് ഒരു പ്രത്യേക ഭംഗിയായിട്ടത് കാണാനായിട്ട്. കാരണം ഈ ഒരു ഷെയ്ഡിലായതുകൊണ്ട് സിൽവറുമായിട്ട് അത്ര മാച്ച് ആവില്ല, അതിനേക്കാളും കുറച്ചുകൂടെ ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡാണ് മാച്ച് ആവുന്നത്. അപ്പോൾ രണ്ട് ഷെയ്ഡും കൂടെ ചേർന്നിട്ടുള്ളൊരു നല്ല ഭംഗിയുള്ള കളർ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആട്ടോ. പിന്നെ കൈക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ട് എക്സ്ട്രാ ഒരു പീസ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നമ്പർ വരുന്നത് U615, റേറ്റ് 2290. നമുക്ക് അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ. അടിപൊളി കളറാണ്, നല്ല രസമാണ് കാണാൻ. നമുക്ക് ആ ഒരു വെക്കുമ്പോഴും നല്ല രസമുണ്ട്, അല്ല നമുക്ക് ഈ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെടും. പിന്നെ നമുക്ക് ആ ഒരു ദേഹത്തോട്ട് വെക്കുമ്പോഴും മോഹത്തിന് നല്ലതായിട്ട് ചേരുന്ന ഷെയ്ഡാണ് കേട്ടോ. ഇതൊക്കെ സെയിം തന്നെ ത്രെഡ് വീവിങ് ആണ് കൊടുത്തേക്കുന്നത്. 4 ബോർഡറിലും ആ ഒരു വീവിങ് പാറ്റേൺ നമുക്ക് ദുപ്പട്ടയിൽ വരുന്നുണ്ട്. ഇത് താഴത്തെ ബോർഡർ ആട്ടോ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മേളിൽ എന്തെങ്കിലും ചെറിയ ഡിസൈൻ വേണമെങ്കിൽ കൈയുടെ ഒരു പോർഷൻ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഫ്രണ്ട് പോർഷനിൽ വെച്ചാലും നല്ലതായിരിക്കും. ഇതിൻ്റെ നമ്പർ U619, റേറ്റ് 2290. ഇതിൻ്റെ 4 ഷെയ്ഡ്സ് ആണ് വരുന്നത്. നല്ലൊരു ഗ്രീനിൻ്റെ ഷെയ്ഡാണ് കേട്ടോ. തീരെ ലൈറ്റ് ഗ്രീൻ അല്ല, നമ്മുടെ പേസ്റ്റലിൽ തന്നെ കുറച്ച് തെളിച്ചുള്ള സൈസ് ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം സെയിം ആട്ടോ. വീവിങ് ഒക്കെ സെയിം രീതി തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മെറ്റീരിയൽ കൂടിയ മെറ്റീരിയലാണ്. അപ്പോൾ ഒരു ശക്കല നമ്മളൊന്ന് ശ്രദ്ധിച്ച് വേണം വാഷ് ചെയ്യാനായിട്ട്. വാഷ് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. പറ്റുന്നവർ മാത്രം ഫസ്റ്റ് ഒന്ന് ഡ്രൈ വാഷ് ചെയ്യുക. എല്ലാ മെറ്റീരിയൽസും ഫസ്റ്റ് ഡ്രൈ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ മെറ്റീരിയൽ അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. നമ്മൾ റഫായിട്ട് നമ്മൾ ഓരോരുത്തരും യൂസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻ വരും, അതുകൊണ്ട് നമ്മൾ എടുത്ത് പറയുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പറ്റുന്നവർ റേറ്റ് കൂടിയ ഐറ്റംസ് പറ്റുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഡ്രൈ വാഷ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ നമ്പർ U622, റേറ്റ് 2290.